എൽമിനെ പിടിച്ചു നിർത്തണം, എൽമിനെ സജീവമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ മക്കളെ വേണം മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അവർക്ക് പിടിച്ചാൽ കിട്ടുന്ന രക്ഷിതാക്കളെ പറഞ്ഞ് അതിലേക്ക് പ്രേരിപ്പിക്കണം, ഉമ്മമാരെ പറഞ്ഞ് പ്രേരിപ്പിക്കണം. എങ്ങനെ വന്നാലും സാധാരണക്കാരായ ഉമ്മപങ്ങന്മാരും രക്ഷിതാക്കളും ഒക്കെ ഈമാനുള്ളവരാണ്. അത് നമുക്ക് ഒന്നിങ്ങനെ നോക്കിയാൽ തന്നെ മതി. ഓരോരോ ആളുകൾ വാട്സാപ്പിലൂടെയും മറ്റും മറിച്ചായിട്ട് ദിക്റായിട്ടും ഉപദേശമായിട്ടും ക്ലാസ്സായിട്ടും അധ്യാപനങ്ങളായിട്ടും ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ലക്ഷങ്ങളല്ലേ ഇതിൻ്റെയൊക്കെ പ്രേക്ഷകരായിട്ട്, ഇതിൻ്റെയൊക്കെ ആസ്വാദകരായിട്ട്, ഇതിൻ്റെയൊക്കെ ഉപഭോക്താക്കളായി നിൽക്കുന്നത്. ഒരു രാത്രിയിൽ ലക്ഷങ്ങൾ നമ്മുടെ വിശ്വാസികളായ ആളുകൾ ഒരു മൂല്യേരെ ദിക്റ് കേൾക്കല്ലേ, ഒരു മൂല്യേരെ വയല് കേൾക്കല്ലേ, ഒരു മൂല്യേരെ ഉറുതി കേൾക്കല്ലേ? ഇതെന്താണ്? ഈമാനല്ലേ ഇതിൻ്റെ പിന്നിലുള്ളത്? ഇത് നമ്മുടെ രക്ഷക്കുള്ള മാർഗമാണെന്ന് ചിന്തിച്ചുകൊണ്ടല്ലേ മാതാപിതാക്കൾ ഇതിന് സമയം ചെലവഴിക്കുന്നത്? അവരെ നമുക്ക് അവരുടെ ഈമാനിനെ ചൊല്ലി അവരെ നമ്മൾ പുകഴ്ത്തണമല്ലോ. പല വിധത്തിലുള്ള നാശങ്ങളുണ്ട്, അത് വേറെ കണക്ക്. ആ നാശങ്ങളെക്കാൾ കൂടുതൽ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ഈ ലക്ഷങ്ങൾ ഈമാനുള്ളവരാണല്ലോ. ആ ഈമാനുള്ളവരെ നമ്മൾ എൽമിൻ്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തിയാലും എൽമിൻ്റെ കാര്യം പറഞ്ഞ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രലോഭനങ്ങൾ എന്ന് പറയേണ്ട, അവർക്ക് പ്രത്യാശകൾ നൽകിയാലും പ്രതീക്ഷകൾ നൽകിയാലും ഏറെക്കുറെ സാധുക്കളായ വിശ്വാസമുള്ള ആളുകളെ അതിന് കിട്ടും. ഇപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരും പറയുന്നതനുസരിച്ച് വഴങ്ങുന്നവരാണ് മദ്രസാതലം മുതൽ വിദ്യാർത്ഥികൾ. അവിടെ നിന്ന് മാറിയിട്ടില്ല.